പത്തനംതിട്ടയിലെ UDF സ്ഥാനാർത്ഥി ആന്റണി ചട്ടലംഘനം നടത്തിയെന്ന പരാതിയുമായി LDF. ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളിലും 4G ടവറുകളിലും സ്ഥാനാർത്ഥിയുടെ പേര് പ്രദർശിപ്പിക്കുന്നുവെന്നതാണ് പരാതി. ആറന്മുള നിയോജകമണ്ഡലം LDF സെക്രട്ടറി A. പത്മകുമാറാണ് പരാതി നൽകിയത്. ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുന്നുണ്ട് പത്തനംതിട്ടയിൽ നിന്ന്. ശ്രീജിത്ത്, ഈ പരാതിയുടെ ആധാരം എന്താണ്? കഴിഞ്ഞ ദിവസം LDFന്റെ സ്ഥാനാർത്ഥി ഡോക്ടർ EM തോമസ് ഐസക്കിനെതിരെ കുടുംബശ്രീ അംഗങ്ങളെ ഉപയോഗിച്ച് വോട്ടുപിടിക്കുന്നു, KDS അംഗങ്ങളെ ഉപയോഗിച്ച് തൊഴിൽദാന പദ്ധതി നടത്തുന്നു എന്ന ആക്ഷേപം ഉന്നയിച്ച് ഒരു പരാതി UDF നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ വിശദീകരണം ചോദിക്കുന്ന ഒരു നടപടിയിലേക്ക് കടന്നിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇന്ന് LDFന്റെ ആറന്മുള നിയോജകമണ്ഡലം സെക്രട്ടറിയായി ചുമതലയുള്ള A. പത്മകുമാർ അദ്ദേഹം ഒരു പരാതിയുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരിക്കുന്നത്. ഈ പരാതിയിൽ പറയുന്നത് ഇത്തരത്തിൽ 4G ടവറുകളിലടക്കം ആന്റണിയുടെ പേര് പ്രദർശിപ്പിക്കുന്നുണ്ട്. ഇത് കൂടാതെ ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളിലും ആന്റണിയുടെ ഇത്തരത്തിലുള്ള ചിത്രങ്ങളും അതുപോലെ തന്നെ പേരും പ്രദർശിപ്പിക്കുന്നുണ്ട്. ഇത് ചട്ടലംഘനം തന്നെയാണ്. ഇത് അടിയന്തരമായി നീക്കം ചെയ്യണമെന്നൊരു ആവശ്യമാണ് ഉന്നയിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ ആന്റണിയോട് ഒരു വിശദീകരണം ചോദിക്കുമോ ഇല്ലയോ എന്ന കാര്യത്തെ കുറിച്ചൊരു വ്യക്തതയില്ല. അതിൽ പ്രധാനപ്പെട്ട കാരണം ഈ ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളൊക്കെ ഇതിനു മുൻപ് തന്നെ നിർമ്മിച്ചവയാണ്. അതുകൊണ്ട് തന്നെ അതിൽ മറയ്ക്കുകയല്ലാതെ മറ്റു മാർഗ്ഗങ്ങളില്ല. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ചെയ്യേണ്ടത്. അത് അടിയന്തരമായ അത്തരത്തിലൊരു നിർദ്ദേശം നൽകുക മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നാണ് അറിയുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ ഒരു പരാതി ആന്റണിക്കെതിരെ ഇപ്പോൾ LDF നൽകിയിട്ടുണ്ട്. ശ്രീജിത്ത് ശ്രീകുമാരനാണ് വിവരങ്ങൾ നൽകിയത്.